ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. ഞായറാഴ്ച രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ നല്ല മഴയുമാണ്. അപ്പോൾ രാവിലെ എന്തുണ്ടാക്കും ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങനെ നോക്കി വന്നപ്പോഴാണ് കുറച്ച് മൈദ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുട്ടക്കുഴലപ്പം ഉണ്ടാക്കാമെന്ന് കരുതി. എല്ലാവരും ചില സ്ഥലത്ത് ചുരുളപ്പം എന്ന് പറയും, ഞങ്ങൾ മുട്ടക്കുഴലപ്പം എന്ന് പറയണേ. അപ്പോൾ മൈദയിൽ ഒരു മുട്ട, നമ്മുടെ കയ്യിൽ ഒരു മുട്ട ഉള്ളെങ്കിൽ ഒരു മുട്ട വെട്ടി ഒഴിച്ചിട്ട് ഇച്ചിരി ഉപ്പിട്ട് നമ്മൾ ദോശമാവിൻ്റെ അയവിൽ എടുക്കുക. ദോശമാവിൻ്റെ അയവിലെടുത്തിട്ട് സാധാരണ ദോശ ചുടുന്ന പോലെ തന്നെ ചുട്ട് പരത്തി കഴിഞ്ഞിട്ട് ഒരു വശം മറിച്ചിട്ട് മറ്റേ വശത്ത് നമ്മൾ തേങ്ങയും പഞ്ചസാരയും ജീരകം ഏലക്കപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്തിട്ട് ആ തേങ്ങയും പഞ്ചസാരയും മിക്സ് ചെയ്ത് അതിൻ്റെ മുകളിലൊരു 1.5 സ്പൂണോളം തേങ്ങയും പഞ്ചസാരയും വെച്ച് നമ്മൾ ചുരുട്ടി കയ്യിലുകൊണ്ട് തന്നെ ചുരുട്ടി എടുക്കണം. അപ്പുറം മറിച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ അതിനെയാണ് ഈ മുട്ടക്കുഴലപ്പം എന്ന് പറയണത്, ചുരുളപ്പം എന്ന് പറയണത്. അപ്പോൾ രാവിലെ ഞങ്ങളിന്ന് അതാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനിപ്പോൾ 2 ഗ്ലാസ് പൊടി എടുത്ത് മൈദ അരിച്ചെടുത്ത്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ മൈദ എങ്ങനെയാണ് നമ്മൾ അരിച്ചെടുക്കണം. ഒരു തവണ ഞങ്ങൾക്ക് പറ്റിയതാണ്. മൈദ കടയിൽ നിന്ന് വാങ്ങിയിട്ട് നേരെ അത് കലക്കി മൈദ മറ്റേ ദോശ പോലെ ചുട്ട് പാൻകേക്ക് ചുട്ട് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് പുഴുക്കൾ അത് ഒരബദ്ധം പറ്റിയതാണ്. അതുകൊണ്ട് പിന്നെ എപ്പോഴും അരിച്ചെടുക്കാറുള്ളൂ. അരിച്ചതിന് 2 ഗ്ലാസ് പൊടി എടുത്ത് പൊടിയിൽ ഒരു കോഴിമുട്ട വെട്ടി ഒഴിച്ച് അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ച് 3 ഗ്ലാസ് വെള്ളത്തോളം ഞാൻ ഒഴിച്ച് അത് മിക്സ് ചെയ്ത് ദോശമാവിൻ്റെ പരുവത്തിൽ മിക്സ് ചെയ്തെടുത്ത് എന്നിട്ട് ദോശ ചുട്ട് അത് നമ്മൾ എല്ലാവരും ഞങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണ വീഡിയോസ് കാണണം കേട്ടോ. ചെറിയ വീഡിയോസാണ്, തുടങ്ങണല്ലേ ഉള്ളൂ. അതിനെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.